അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ മാത്സിൻ്റെ ഇന്ന് നടന്ന ആനുവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 1, ലുക്ക് അറ്റ് ദി നമ്പേഴ്സ് ഗിവൺ ബിലോ. ക്വസ്റ്റ്യൻ എ, വിച്ച് ഓഫ് ദീസ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന നമ്പർ ഇതിലേതാണ്, അതായത് മിച്ചം വരുന്ന 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഈവൻ നമ്പർ ആണോ ലാസ്റ്റത്തെ നമ്പർ, ഈവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ. ഈവൻ നമ്പർ ആണെങ്കിൽ റിമൈൻഡറിലെ മിച്ചം 0 ആയിരിക്കും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡറിലെ മിച്ചം ഇല്ലാതിരിക്കാൻ, 0 ആവാൻ എന്താണ് കണ്ടീഷൻ അതിൽ എന്താണ്, ഈവൻ നമ്പേഴ്സ് ഇരട്ടസംഖ്യകളാണെങ്കിൽ എന്താണ്, അത് റിമൈൻഡർ ഉണ്ടാവില്ല റിമൈൻഡർ മിച്ചം 0 ആയിരിക്കും. ഇതാണ് ഇരട്ടസംഖ്യകളുടെ ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ ഡിജിറ്റ് ഇവിടെയും 8 ആണ് അല്ലേ. അപ്പോൾ ഇത് ഈവൻ നമ്പർ ആണ്, ഇത് ഈവൻ നമ്പർ ആണ്, ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. 6 8 ഇതൊക്കെ വരുന്നത് ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, മിച്ചം നമ്മുടെ റിമൈൻഡർ 0 ആയിരിക്കും. ലീവ്സ് എ റിമൈൻഡർ ഉള്ളത്, മിച്ചം വരുന്നത് ഏതാണെന്ന് ചോദിച്ചത്. അപ്പോൾ 35 മാത്രമാണ് മിച്ചം വരുന്നത്. ബാക്കിയുള്ള എല്ലാം ഈവൻ നമ്പേഴ്സിലെ ഇരട്ടസംഖ്യകളാണ്. അതുകൊണ്ട് തന്നെ അതിന് റിമൈൻഡർ മിച്ചം 0 ആയിരിക്കും. റിമൈൻഡർ ഉള്ളത് ഏതാണെന്ന് ചോദിച്ചത് 35 മാത്രമേ ഉള്ളൂ റിമൈൻഡർ ഉണ്ടാവുക, അതായത് ഒറ്റ സംഖ്യയാണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒറ്റ സംഖ്യകൾക്കാണ് ഓഡ് നമ്പേഴ്സിനാണ് റിമൈൻഡർ മിച്ചം ഉണ്ടാവുക. ബി ക്വസ്റ്റ്യൻ, ദി സം ഓഫ് 2 ഓഫ് ദി എബോവ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5. വിച്ച് ആർ ദോസ് നമ്പേഴ്സ്? 2 സംഖ്യകളുടെ തുകയെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലാത്ത സംഖ്യ ഏതാണ്? സം ഓഫ് 2 എബോവ് നമ്പേഴ്സ്, 2 സംഖ്യകളുടെ സം എടുക്കുമ്പോൾ നമ്മൾ അതിനെ ഡിവൈഡഡ് ബൈ 5 5 കൊണ്ട് ഹരിക്കുമ്പോൾ നോട്ട് ലീവ് റിമൈൻഡർ മിച്ചം ഇല്ലാത്ത സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ഏതൊക്കെ 2 നമ്പേഴ്സാണ്? ഏതൊക്കെ 2 നമ്പേഴ്സ് എടുക്കുമ്പോഴാണ് 38ഉം 62ഉം 38ഉം 62ഉം ഈ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും വേറെ ഏത് 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 100 കിട്ടുന്നുണ്ടോ? ഇല്ല, ഇതൊക്കെ അതിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ 100 വരുന്ന സംഖ്യ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഇല്ലാതിരിക്കാനുള്ള കണ്ടീഷൻ, മിച്ചം ഇല്ലാതിരിക്കാനുള്ള കണ്ടീഷൻ എന്താണ്? അവസാനത്തെ സംഖ്യ 0 5 ആയിരിക്കണം അപ്പോൾ 100 എന്ന് പറയുമ്പോൾ അവസാനത്തെ സംഖ്യ നമ്മുടെ 38ഉം 62 ആണ് ആൻസർ. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 100 എന്ന് കിട്ടും അപ്പോൾ 100നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്, മിച്ച റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളെ കണ്ടീഷൻ എന്താണ്? അവസാനത്തെ സംഖ്യ 0 ആണ്. 0 5 ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും അപ്പോൾ 100 എന്ന് പറയുന്നത് 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട് ഗുണനപ്പട്ടികയിൽ 5 10 15 20 അപ്പോൾ 5 0 വരുന്നതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണനപ്പട്ടികയിൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ റിമൈൻഡർ ഉണ്ടാവില്ല, മിച്ചം ഉണ്ടാവില്ല. സി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി എബോവ് നമ്പേഴ്സ് ലീവ്സ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 5 or 10. 5 കൊണ്ടോ 10 കൊണ്ടോ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മിച്ചം 2 വരുന്നത് ഇതിലേതൊക്കെയാണ്? 5 കൊണ്ടും 10 കൊണ്ടും ഹരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? അവസാനത്തെ സംഖ്യ 0 5 ആയിരിക്കണം എന്നുള്ളതാണ് 5ൻ്റെ പ്രത്യേകത 10 കൊണ്ടാണെങ്കിൽ അവസാനത്തെ സംഖ്യ 0 ആണെങ്കിലാണ് റിമൈൻഡർ 0 മിച്ചം 0 വരിക അപ്പോൾ അവസാനത്തെ സംഖ്യ ഇവിടെ അപ്പോൾ 0ൻ്റെ അടുത്ത് 2 ബാക്കി വരുന്നത് റിമൈൻഡർ 2 വരണമെങ്കിൽ 2 ഉള്ള സംഖ്യ അപ്പോൾ 62 അപ്പോൾ 62 ആണ് ഇതിൻ്റെ ഉത്തരം അപ്പോൾ 60 ആണെങ്കിൽ എന്താണ്, റിമൈൻഡർ 0 ആയിരിക്കും അപ്പോൾ ബാക്കിയുള്ള ഈ 2 അവസാനത്തെ ഈ സംഖ്യ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവസാനമുള്ള ഈ 2 എന്നുള്ളതാണ് അതിൻ്റെ റിമൈൻഡർ 2 വരുന്നത്. ഈ അവസാനത്തെ നമ്പർ 2 ഉള്ളത്, അതായത് 62ലാണ് 2 ഉള്ളത്, റിമൈൻഡർ 2 വരുന്നത് അപ്പോൾ 62 ആണ് റിമൈൻഡർ മിച്ചം 2 വരുന്ന സംഖ്യ. ഡി ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി എബോവ് നമ്പേഴ്സ് ഡസ് നോട്ട് ലീവ് എ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം ഇല്ലാത്തത്, അതായത് റിമൈൻഡർ ഇല്ലാത്തത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഹരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ എന്താണ്? അത് 4ൻ്റെ ഗുണനപ്പട്ടികയിൽ ഉള്ളതാണെങ്കിൽ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉള്ള ഒരു നമ്പർ ആണെങ്കിൽ അതിന് റിമൈൻഡർ ഉണ്ടാവില്ല. അപ്പോൾ മിച്ചം ഇല്ലാത്തത് 4ൻ്റെ ഗുണനപ്പട്ടികയിൽ ഉള്ളത് ഇതിലേതാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മിച്ചം ഇല്ലാതിരിക്കണമെങ്കിൽ അത് 4ൻ്റെ ഗുണനപ്പട്ടികയിലുള്ള സംഖ്യ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ളത് 36 ആണ്. അപ്പോൾ അത് റിമൈൻഡർ മിച്ചം 0 ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ഈക്വൽ ടു 48 ഡിവൈഡഡ് ബൈ 4. 48 ഹരിക്കണം 4 എന്നുള്ളതിന് ഈക്വൽ ഏതാണ്? അപ്പോൾ 48നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 48ൽ എത്ര 4 ഉള്ളത്? 12 4ആണ് 48 48ൻ്റെ നേർപകുതി എത്രയാണ്? 24. 24നെ വീണ്ടും പകുതിയാക്കുമ്പോൾ 12 12 4 തവണ ഗുണിക്കുന്നത്, 4 വട്ടം എടുക്കുന്നതാണ് 48 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് 12 കിട്ടുന്ന ആൻസർ ഇതിലേതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 40/4. 40ൽ എത്ര 4 ഉള്ളത്? 10 4ആണ് 40 8ൽ എത്ര 4 ഉള്ളത്? 2 4ആണ് 8 അപ്പോൾ 10 + 2 12 എന്ന് വരുന്നത് ഇതാണ്. ആക്ടിവിറ്റി 2, ദിസ് ഈസ് എ ഗ്രാഫ് ഷോയിങ് ദി ഗെയിംസ് ദാറ്റ് ചിൽഡ്രൻ ഇൻ എ സ്കൂൾ ലൈക്ക് ടു പ്ലേ. ഗെയിംസിൻ്റെ ഗ്രാഫാണ് താഴെ തന്നിട്ടുള്ളത്. ക്രിക്കറ്റ് കളിയിലെ ആ ഗെയിം ഇഷ്ടപ്പെടുന്നവർ, ചെസ് എത്ര ആളുകളിലെ ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എ, വിച്ച് ഗെയിംസ് ഈസ് ലൈക്ക്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഗെയിം ഇതിലേതാണ്? അപ്പം ഇതെന്താണ്, ഗേൾസിൻ്റെയും ബോയ്സിൻ്റെയും എണ്ണമാണ് ഏറ്റവും കൂടുതൽ ഗേൾസും ബോയ്സും എടുത്ത് ചോദിച്ചിട്ടില്ല. ഒന്നിൻ്റെ മാത്രമാണെങ്കിൽ ഏറ്റവും വലുത് ഇത് എടുക്കാമായിരുന്നു ഇതാണ് ടോട്ടൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ, ബാഡ്മിൻ്റൺ ഇഷ്ടപ്പെടുന്നവർ, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആകെ കുട്ടികൾക്ക് എത്രയാണ് ഇഷ്ടമെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ 200 + 300 എത്രയാണ്? ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ 500 കുട്ടികളാണ്.
ആൺകുട്ടികൾക്ക് 300 പെൺകുട്ടികൾക്ക് 200 അല്ലേ, 200 + 300. അപ്പോൾ ടോട്ടൽ കുട്ടികളുടെ 500. ഇവിടെ ടോട്ടൽ 50 + 300 350. ഇവിടെ എത്രയാണ് 150 + 250 400 കുട്ടികൾക്ക്. ഇവിടെ 100 + 350 അല്ലേ, 450 കുട്ടികൾക്കില്ലേ, ആകെ കുട്ടികളില്ലേ. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് വലിയ സംഖ്യ? 500 കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത് ക്രിക്കറ്റാണ്. അപ്പോൾ ക്രിക്കറ്റാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദി ലീസ്റ്റ് ഫേവറേറ്റ് ഗെയിം ഫോർ ചിൽഡ്രൻ? ഏറ്റവും കുറച്ച് ലീസ്റ്റ് ഫേവറേറ്റ്, അവർക്ക് തീരെ ഇഷ്ടമില്ലാത്തത്, ഏറ്റവും കുറവ് ഇഷ്ടപ്പെടുന്ന ഗെയിം ഇതിലേതാണ്? ഏറ്റവും കുറവ് ഏതാണ്? ഏറ്റവും ചെറിയ സംഖ്യ 350. ചെസ്സാണ് ഏറ്റവും കുറവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഗെയിം. സി ക്വസ്റ്റ്യൻ, ഹൗ മെനി ചിൽഡ്രൻ ലൈക്ക് ഫുട്ബോൾ ദാൻ ചെസ്? അല്ലെ, ചെസ്സിനേക്കാളും എത്ര കുട്ടികൾക്കാണ് ഫുട്ബോൾ ഇഷ്ടം? അല്ലെ, 350 കുട്ടികൾക്കാണ് ചെസ്സ്, 450 കുട്ടികൾക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. അല്ലെ, അപ്പോൾ എത്രയാണ് 350 ഒരു 100 കുട്ടികൾ എക്സ്ട്രാ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലെ, അപ്പോൾ അതിനേക്കാളും എത്ര കുട്ടികൾക്കാണ് ഫുട്ബോൾ ഇഷ്ടമെന്നാണ് ചോദിച്ചത്. 100 കുട്ടികൾക്ക് അല്ലേ, എക്സ്ട്രാ 100 കുട്ടികൾ കൂടി ഫുട്ബോൾ ഇഷ്ടമാണ്. അപ്പോൾ 100 കുട്ടികൾക്ക് അല്ലേ, 100. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ, ഇഫ് യു റൈറ്റ് ദി ഗെയിംസ് ദാറ്റ് ബോയ്സ് ലൈക്ക് ഇൻ അസെൻഡിങ് ഓർഡർ, വിച്ച് ഗെയിം കെയിംസ് നെക്സ്റ്റ് ടു ബാഡ്മിൻ്റൺ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്നത് അല്ലേ, അസെൻഡ് എന്ന് പറഞ്ഞാൽ കൂടി വരുന്നത് അല്ലേ, അതായത് കൂടി വരുന്ന ക്രമത്തിൽ എഴുതുകയാണെങ്കിൽ, അതായത് ഏറ്റവും കുറവ് ആദ്യം എഴുതുക, പിന്നെ അതിനേക്കാൾ വലുത് എഴുതുക അല്ലേ. ഡിസെൻഡ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരുന്ന ഓർഡറാണ്. അപ്പോൾ കൂടി വരുന്ന ഓർഡറിൽ എഴുതിയാൽ ഏത് ഗെയിമാണ്? ബാഡ്മിൻ്റന് ശേഷം. വിച്ച് ഗെയിം കെയിംസ് നെക്സ്റ്റ് ടു ബാഡ്മിൻ്റൺ? ബാഡ്മിൻ്റന് ശേഷം ഏതാണ് വരിക? ബാഡ്മിൻ്റന് ശേഷം 400 കഴിഞ്ഞിട്ട് ഏതാണ്? 450 ഫുട്ബോൾ. പക്ഷേ ഇവിടെ ചോദിച്ചത് എന്താണ്? ബോയ്സ് ലൈക്ക് അല്ലേ, ബോയ്സിന് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരാളുടേത് മാത്രമാണ്. ബോയ്സിന് ബാഡ്മിൻ്റന് ശേഷം ഏത്? അപ്പോൾ ബോയ്സിൻ്റെതാണ് ഈ ബ്ലാക്ക് കളർ കൂടുതലുള്ളത്. അപ്പോൾ 150 ബോയ്സിന് ബാഡ്മിൻ്റൺ ഇഷ്ടം. പിന്നെ 150 കഴിഞ്ഞാൽ ഏതാണ് അടുത്തത് വരുന്നത്? ഇതൊക്കെ അതിനേക്കാൾ കുറവുള്ളതാണ്. കൂടുതലുള്ളത് 300 വരുന്നത് ക്രിക്കറ്റിനാണ് അല്ലേ. അപ്പോൾ ക്രിക്കറ്റാണ് ബാഡ്മിൻ്റൺ കഴിഞ്ഞിട്ട് ആൺകുട്ടികൾക്കില്ലേ, ബോയ്സിന് ഇഷ്ടപ്പെടുന്നത് ഏതാണ്? ക്രിക്കറ്റാണ്. ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് ബോയ്സിൻ്റെത്. ഇതാണ് ഈ ബ്ലാക്ക് കളർ കൂടുതലുള്ളതാണ് ബോയ്സിൻ്റെത്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് ക്ലിയർ ആയിരിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇല്ല. ഈ ക്വസ്റ്റ്യൻ റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദി ഗിവൻ ഗ്രാഫിൽ. ഈ ഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അതായത് നമുക്ക് എന്തൊക്കെ ചോദിക്കാം അല്ലേ, ക്രിക്കറ്റിനേക്കാളും ആൺകുട്ടികൾക്ക് ബാഡ്മിൻ്റനേക്കാൾ എത്ര ഇഷ്ടമാണ് ക്രിക്കറ്റിൽ? എത്ര കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടം? അല്ലെങ്കിൽ ഓരോ കളിക്കും ചെസ്സ് എത്ര കുട്ടികൾക്കാണ് ഇഷ്ടം? ബാഡ്മിൻ്റൺ എത്ര അല്ലേ, ഫുട്ബോൾ എത്ര കുട്ടികൾക്കാണ് ഇഷ്ടം? അല്ലെങ്കിൽ ഗേൾസിന് ഇതിനേക്കാൾ എത്ര കുറവാണ്, എത്ര കൂടുതലാണ്, അല്ലെങ്കിൽ ഗ്രേറ്ററും ലെസ്സും? അങ്ങനെ ഇതിന് എത്ര വേണമെങ്കിൽ, ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി ചോദിക്കാം അല്ലെങ്കിൽ ഈ ഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി 3, ക്വസ്റ്റ്യൻ എ, ഹൗ മെനി പെൻസ് വിൽ ബി ലെഫ്റ്റ് ബിഹൈൻഡ് ഇഫ് 1768 പെൻസ് ആർ പുട്ട് ഇൻ പാക്കറ്റ്സ് കണ്ടെയ്നിങ് 10 പെൻസ് ഈച്ച്? ഓരോ പാക്കറ്റിലും 10 പെന്ന് വീതമുള്ള 1268 പെന്നുകൾ ഉണ്ടെങ്കിൽ എത്ര പെൻസ് ആയിരിക്കും ബാക്കി ഉണ്ടാവുക? ആകെ 1268 പെന്നുകളുണ്ട്. അതിലെത്ര പെന്നാണ്? 10 പെൻസാണ് ഓരോരുത്തർക്കും ഓരോ പാക്കറ്റിലുള്ളത്. അപ്പോൾ 1268 / 10 ചെയ്യുമ്പോൾ എത്ര പെൻസ് ബാക്കി ഉണ്ടാവും? ലെഫ്റ്റിലെ ബാലൻസ് എത്ര ഉണ്ടാവും? നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സംഖ്യയെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ അതിൻ്റെ റിമൈൻഡർ മിച്ചം എന്തായിരിക്കും? 10 കൊണ്ടാണെങ്കിൽ അവസാനത്തെ സംഖ്യ 0 ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ഇവിടെ 60 ആണെങ്കിൽ റിമൈൻഡർ 0 ആയിരിക്കും. ബാക്കിയുള്ള ഈ 8 ഈ ലാസ്റ്റത്തെ നമ്പർ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത്. ഈ ലാസ്റ്റ് ഡിജിറ്റ് 10 കൊണ്ട് ഹരിക്കുമ്പോൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ അവസാനത്തെ സംഖ്യ ആയിരിക്കും. എത്ര പെന്നായിരിക്കും ബാക്കി ഉണ്ടാവുക റിമൈൻഡർ ബാക്കി എത്രയാണ്, മിച്ചം എത്രയാണെന്നാണ് ചോദിച്ചത്. അതായത് 8 ആയിരിക്കും ഈ അവസാനത്തെ നമ്പർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ അവസാനത്തെ ഏതാണോ നമ്പർ അതായിരിക്കും അതിൻ്റെ റിമൈൻഡർ മിച്ചം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, 12 പെൻസിൽസ് ഈച്ച് ആർ ഫിൽഡ് ഇൻ 36 പാക്കറ്റ്സ്. വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പെൻസിൽസ്? 12 പെൻസിൽ 36 പാക്കറ്റുകളിലായിട്ട് ഫില്ല് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പെൻസിൽ ഉണ്ടാവും? ആകെ 12 പെൻസിൽ, അത് 36 പാക്കറ്റുകളിലാണ് ആക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെയാണ് 12 × 36 അല്ലേ. 12 × 36 എത്രയാണ്? 432. ഗുണിക്കുമ്പോൾ ഈ ഉത്തരം കിട്ടും. അപ്പോൾ അത്രയും പെൻസിൽസ് ആണ് ഉണ്ടാവുക. സി ക്വസ്റ്റ്യൻ, റൈറ്റ് 2 നമ്പേഴ്സ് ദാറ്റ് ലീവ് എ റിമൈൻഡർ ഓഫ് 2 വെൻ ഡിവൈഡഡ് ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ മിച്ചം 2 വരുന്ന 2 നമ്പേഴ്സ് ഏതാണെന്നാണ് പറഞ്ഞത്. നമ്മൾ 5 എന്നുള്ള നമ്പറിനെ 3 കൊണ്ട് ഹരിക്കുമ്പോഴല്ലേ നമുക്ക് റിമൈൻഡർ 2 വരിക ഒരു 3 3 ആണ്. ബാക്കിയുള്ളത് എത്രയാണ്? ഇതാണ് ഇത് റിമൈൻഡർ മിച്ചം 2 വരും അങ്ങനെ 2 വരുന്ന 2 നമ്പേഴ്സ് ഏതാനാണ് പറഞ്ഞത് അപ്പോൾ 5 ഒരു നമ്പറാണ്. അതുപോലെ വേറെ ഏതാണ്? അതേപോലെ തന്നെ 5 6 7 8 3 കൂട്ടുക. ക്വസ്റ്റ്യൻ എന്താണ്? റിമൈൻഡർ 2 വരുന്നത് 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ മിച്ചം 2 വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്കി 2 ഉണ്ടാവണം ബാലൻസ്
അപ്പോൾ 5നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 5ൽ എത്ര മൂന്നാണുള്ളത്? ഒരു മൂന്നാണ് 3, ബാക്കി 2 വരുന്നുണ്ട് അല്ലേ. അതേപോലെ 8ൽ എത്ര മൂന്നാണുള്ളത് അല്ലേ? 2 3 6, ബാക്കി 2 അല്ലേ. അതുപോലെ 11ൽ എത്ര മൂന്നുണ്ട്? 3 9 10 11 അല്ലേ, ബാക്കി 2. ഇതിലെല്ലാം ബാക്കി 2 അല്ലേ, ബാലൻസ് അല്ലേ. ശിഷ്ടം വരുന്നത് മിച്ചം വരുന്നത് 2 ആണ്. അപ്പോൾ 8 11 14 ഇതെല്ലാം റിമൈൻഡർ അല്ലേ, മിച്ചം എന്തായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് കറക്റ്റ്. ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലേ. 54 × 5 എന്ന് പറയുന്നത് 50 + 4 എന്താണ്? 54 ആണ്, × 5 അല്ലേ. ഇത് 2 കറക്റ്റ് ആണ് അല്ലേ. 54നെ 50 + 4 എന്ന് എഴുതി, × 5 × 5 തന്നെയാണ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 4 ക്വസ്റ്റ്യനെ റൈറ്റ് ദി മൾട്ടിപ്പിൾസ് ഓഫ് 3 ബിറ്റ്വീൻ 1 and 20 അല്ലെ. 1-ൻ്റെയും 20ൻ്റെയും 1-ൻ്റെ ഇടയിലുള്ള 3ൻ്റെ മൾട്ടിപ്പിൾസിൽ, അതായത് 3ൻ്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് അല്ലെ. 3ൻ്റെ ഗുണിതങ്ങളൊക്കെ ഏതൊക്കെയാണ്? 3 6 9 10ൻ്റെ ഇടയിൽ 3ൻ്റെ ഗുണനങ്ങൾ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 3 അല്ലേ, ഒരു 3 6 9 12 15 അല്ലേ. 3 കൂട്ടിയില്ലേ 3ൻ്റെ ഗുണന പട്ടികയിലുള്ളതില്ലേ. 20ൻ്റെ ഇടയിലുള്ളതാണ്. അടുത്തത് ഏതാണ്ടല്ലേ 18 19 20 പിന്നെ 21 ആണ് അല്ലേ. 20ൻ്റെ ഇടയിൽ വരുന്നത് 3 മുതൽ 18 വരെ അല്ലേ ഈ സംഖ്യകളാണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ഓഫ് 15 അല്ലേ. 15ൻ്റെ 2 ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതാണെന്ന് പറഞ്ഞത്. അതായത് അതിൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാണ് 15 കിട്ടുക അല്ലേ. 3 5 15 ആണല്ലേ. അപ്പോൾ 3ഉം 5ഉം എന്താണ്? അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ്. അതേപോലെ 15 × 1 എന്താണ്? 15 തന്നെയല്ലേ. അപ്പോൾ 15ഉം 1ഉം ഇതിൻ്റെ ഫാക്ടേഴ്സ് ഘടകങ്ങളാണ്. ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാണ് 15 കിട്ടുക, അതാണ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് 15 and 30. 15ൻ്റെയും 30ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ഇതിലേതൊക്കെയാണ്? 3 അല്ലേ. 3 5 15 എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ ഫാക്ടറാണ്. ഘടകങ്ങളിലെ ഘടകങ്ങൾ കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചത്. ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാണ്? 30നെ നമുക്ക് 3 × 10 അല്ലേ, 3 കൊണ്ട് ഗുണിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ ഘടകങ്ങളാണ്, ഫാക്ടേഴ്സ് ആണല്ലേ. 15 3 × 5 15 അല്ലേ, 3 അതിൽ വരുന്നുണ്ടല്ലേ. ഏതൊക്കെ 2 സംഖ്യകൾ ഗുണിച്ചാലാണ് അത് കിട്ടുക, അതാണ് ഫാക്ടേഴ്സ് ഘടകങ്ങൾ. അപ്പോൾ 3 എന്ന് പറയുന്നത് 30ൻ്റെയും 15ൻ്റെയും ഫാക്ടറാണ്, ഘടകമാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ക്വസ്റ്റ്യനെ വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിൻ്റെ ഈ ചതുരത്തിൻ്റെ പെരിമീറ്ററിലെ ചുറ്റളവ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ പെരിമീറ്റർ കാണാൻ എന്താണ്? ചുറ്റുമുള്ള അളവില്ലേ. ഒരു ചതുരം അല്ലെ, ഒരു റെക്ടാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? എതിർവശങ്ങളിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഇവിടെ 12 ആണെങ്കിൽ ഈ ഭാഗവും 12 ആയിരിക്കും, ഇവിടെ 4 ആണെങ്കിൽ ഈ സൈഡും 4 ആയിരിക്കും. ഏത് റെക്ടാങ്കിൾ ആണ്, ഒരു ചതുരമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവില്ലേ, ചുറ്റളവാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുന്നതാണല്ലേ. അതായത് 12 + 12 എത്രയാണ്? 24 + 4 + 4 8 + 12 + 4 + 4 അല്ലേ. ഇതെല്ലാം കൂടി കൂട്ടുന്നതാണ് പെരിമീറ്റർ, ചുറ്റളവ് എന്ന് പറയുന്നത്. 12 12 എത്രയാണ്? 24 + 8 അല്ലേ. 24 8 എത്രയാണ്? 32. അപ്പോൾ 32 ഇതിൻ്റെ ആൻസർ. ഇനി ബി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് റെക്ടാങ്കിൾ. ഏരിയ കാണാൻ എന്താണ്? ലെങ്ത് × ബ്രെഡ്ത്ത് ആണ് അല്ലേ. നീളം × വീതിയാണ് ഏരിയ അല്ലേ. ഉള്ളിലുള്ള അളവാണ് ഏരിയ അല്ലേ. ഇനി പരപ്പളവ് കാണാനാണ് ചോദിച്ചത്. പരപ്പളവ് ഏരിയ അല്ലെ. ഏരിയ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അളവാണ്, അതായത് ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ. 4 × 12 4 × 12 എത്രയാണ്? 48 അല്ലേ, 48. ഈ 12 ഇതിൻ്റെ സൈഡാണ്. ഒന്നാമത്തേൻ്റെ ആൻസർ 32 ആണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ 32 ആണല്ലേ. പെരിമീറ്റർ കാണാനാണ്, ചുറ്റുമുള്ള അളവ്. ഇത് ഇതിൻ്റെ സൈഡാണ്. ഈ 12ഉം 12 രണ്ട് വശങ്ങൾ 4ഉം 4ഉം അല്ലേ. അപ്പോൾ ഏരിയ കാണാൻ 12 × 4 48. സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി ലെങ്ത് ആൻഡ് ദി ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കിൾ വിത്ത് എ പെരിമീറ്റർ ഓഫ് 36 സെൻറ്റിമീറ്റർ. 36 സെൻറ്റിമീറ്റർ പെരിമീറ്ററിലെ ചുറ്റളവുള്ള ഒരു റെക്ടാങ്കിൾ ചതുരത്തിൻ്റെ ഹൈറ്റും ലെങ്ത്തും അല്ലേ, നീളവും വീതിയും എത്രയാണെന്ന് വരിക എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇതിലേതാണ് ഓപ്ഷൻ സി 10ഉം 8ഉം ആണ് അതിൻ്റെ സൈഡ്സ് വരിക. 10 അല്ലേ. ഒരു സൈഡ് 10 ആണെങ്കിൽ മറ്റേ സൈഡും 10 ആയിരിക്കും. വേറൊരു സൈഡ് 8 ആണെങ്കിൽ ഈ സൈഡും 8 ആയിരിക്കും. പെരിമീറ്ററിലെ ചുറ്റളവ് 36 ആണെങ്കിൽ ഈ ഒരു സംഖ്യ എടുത്താലല്ലേ 10ഉം 10ഉം 20 8ഉം 8ഉം 16 അല്ലേ. 20ഉം 16ഉം ആണ് 36 അല്ലേ. ചുറ്റുമുള്ള അളവ് 36 ആയിരിക്കണം 2 സംഖ്യകൾ അല്ലേ. 2 സംഖ്യകൾ കൂട്ടിയാൽ 36 കിട്ടണമെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് 36 ആണെങ്കിൽ 10ഉം 8ഉം ആയിരിക്കണം അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആറാമത്തെ ആക്ടിവിറ്റി 6 ക്വസ്റ്റ്യനെ വിച്ച് ആർ ദി കോമൺ ഫാക്ടേഴ്സ് ഓഫ് 60 and 12. 60ൻ്റെയും 12ൻ്റെയും പൊതു ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. 2ൻ്റെയും കോമൺ ഫാക്ടേഴ്സിലെ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? 1 2 3 4 6 12 ഇതെല്ലാം കോമൺ ഫാക്ടേഴ്സാണ്, പൊതുഘടകങ്ങളാണ്. ഡി കാൽക്കുലേറ്റ് 400 / 80 റിമൂവിങ് ഇറ്റ്സ് കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സ് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ഒഴിവാക്കിയിട്ട് 400 ഹരിക്കണം 80 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 400 / 80. പൊതുവായിട്ടുള്ള സീറോസ് നമുക്ക് ആദ്യം ക്യാൻസൽ ചെയ്യാം. 40/8 അല്ലേ. അപ്പോൾ 40ന് നമുക്ക് 5 × 8 എന്ന് എഴുതാം. അടിയിൽ 8 അല്ലേ. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫാക്ടേഴ്സ് 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 8 ആണ് 40. അതിൻ്റെ പൊതുഘടകങ്ങളിലെ ഫാക്ടേഴ്സ് ആക്കിയത് അല്ലേ. 40നെ ഏത് 2 സംഖ്യകൾ ഗുണിച്ചാലാണ് കിട്ടുക? 5 × 8 ആണ്. താഴെ 8 ഉണ്ട് അല്ലേ. അപ്പോൾ 8 8 ക്യാൻസൽ ചെയ്യാം. ആൻസർ 5 ആണ് അല്ലേ. 40ൽ എത്ര 8 ആണുള്ളത്? 5 ആണ്. ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഇവിടെ കോമൺ ഫാക്ടേഴ്സ് റിമൂവ് ചെയ്തിട്ടാണ് എഴുതാൻ പറഞ്ഞത്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് എഴുതുക. എന്നിട്ട് 8 8 റിമൂവ് ചെയ്താൽ 5 നമുക്ക് ആൻസർ കിട്ടും.
നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി കോമൺ ഫാക്ടേഴ്സ് ഓഫ് 3 × 3 × 2 × 5 ആൻഡ് 30. ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ഏതാണ്? 3 × 2 × 5. 2 × 5 എന്താണ്? 30 അല്ലേ? 2 5 10, 10 × 3 30 അല്ലേ? 30ൻ്റെയും ഘടകങ്ങളാണ് ഇത്, ഇതിൻ്റെയും ഘടകങ്ങളാണ്, ഫാക്ടേഴ്സാണ്, കോമൺ ഫാക്ടറാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. There is some milk in a vessel. ഒരു വെസലിൽ കുറച്ച് പാലുണ്ട്. ക്വസ്റ്റ്യനെ അജീസ് took 1 liter of milk from it and divided it equally among 3 people. How many liter of milk will each one get? ഓരോരുത്തർക്കും എത്ര മിൽക്ക് കിട്ടും? 1 ലിറ്റർ പാല് 3 ആളുകൾക്ക് വീതിക്കുകയാണെങ്കിൽ, തുല്യമായിട്ട് വീതിക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര പാല് വീതം കിട്ടുമെന്നാണ് ചോദിച്ചത്. അപ്പം 3 ആളുകൾക്ക് ആകെ 1 ലിറ്റർ മിൽക്കാണുള്ളത്. 1 ലിറ്റർ മിൽക്ക് 3 ആളുകൾക്കാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 1/3 അല്ലേ? 1/3 ലിറ്റർ അല്ലേ? 1/3 ലിറ്റർ മിൽക്കാണ് ഓരോരുത്തർക്കും 3-ൽ 1 ഭാഗം വെച്ച് കൊടുക്കാം. ആകെ 3 ആളുകളാണുള്ളത്. അത് 1 ലിറ്റർ പാലില്ലേ? അപ്പോൾ 1/3. നമ്മൾ ഏത് ക്വസ്റ്റ്യൻ അല്ലേ, കേക്കിൻ്റെ എങ്ങനത്തെ ആയിക്കോട്ടെ, ടോട്ടൽ എത്ര സാധനം ഉണ്ടല്ലേ, ടോട്ടൽ മിൽക്ക് അല്ലേ, ടോട്ടൽ മിൽക്ക് മുകളിൽ എഴുതുക അല്ലേ, ആകെയുള്ള തുക മുകളിൽ എഴുതുക, എത്ര ആൾക്ക് ഡിവൈഡ് ചെയ്യണം അല്ലേ, എത്ര ആൾക്കാണ് വീതിക്കേണ്ടത് അല്ലേ, ആളുകളുടെ എണ്ണം താഴെ എഴുതുക അല്ലേ. 1/3 ആകെയുള്ളത് 1 ലിറ്റർ മിൽക്ക് അല്ലേ, 3 ആളുകൾക്കാണ് വീതിക്കേണ്ടത്. അപ്പോൾ 1/3 ലിറ്റർ. ബി ക്വസ്റ്റ്യൻ സുകന്യ ആൻഡ് ഹർ 2 friends took 2 liter of milk. If it is divided equally among the 3, how many liter of milk will each one get? ആകെ എത്ര? 2 ലിറ്റർ മിൽക്കാണ് ഉള്ളത്. അതിൽ എത്ര ആൾക്കാണ്? 3 ഫ്രണ്ട്സിനല്ലേ, ഈക്വലായിട്ട് 3 ആളുകൾക്ക് വീതിക്കണം. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? ഇവിടെ എത്രയാണ്? 2 ലിറ്റർ മിൽക്കാണുള്ളത്. എത്ര ആളുകൾക്കാണ് വീതിക്കേണ്ടത്? അത് താഴെത്. ആകെ ഉള്ളത് മുകളിൽ 3 ആളുകൾക്ക് വീതിക്കണം. അപ്പോൾ 2/3 ലിറ്റർ. സി ക്വസ്റ്റ്യൻ സാലിം took 5 liter of milk and filled it equally in 2 bottles. 5 ലിറ്റർ പാല് 2 ബോട്ടിലിൽ തുല്യമായിട്ട് വീതിച്ചു. ഹൗ many liter of milk will be in a bottle? ഒരു ബോട്ടിലിൽ എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? ആകെ എത്ര മിൽക്കാണുള്ളത്? 5 ലിറ്റർ മിൽക്കാണ്. അത് എത്ര ബോട്ടിലാക്കേണ്ടത്? 2 ബോട്ടിൽ അല്ലേ? 2 ആളുകൾക്ക് ഈക്വലായിട്ട് വീതിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് 2 ബോട്ടിൽ ഈക്വലായിട്ട് വീതിക്കണം അല്ലേ, 2 ആളുകൾക്ക് കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ 5/2 ലിറ്റർ മിൽക്ക് ഓരോരുത്തർക്കും കിട്ടും. അപ്പോൾ ഇതെന്താണ്? ഒരു ഫാക്ടറാണ് അല്ലേ, 5/2 അല്ലേ. മുകളിൽ വലിയ സംഖ്യയാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും ഫാക്ടറൈസിലെ വിട്ട് ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അല്ലേ. ഇവിടെയൊക്കെ മുകളിൽ എന്താണ്? ചെറിയ സംഖ്യയാണ് അല്ലേ, 1/3 എന്നത്. ഇവിടെ വലിയ സംഖ്യയാണ് മുകളിൽ. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാം. എങ്ങനെ? 2 1/2 ലിറ്റർ എന്ന് എഴുതാം അല്ലേ. ഇതിലേത് എഴുതിയാലും മതി. 2 1/2 എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണല്ലേ, 2 × 2 4 + 1 അല്ലേ, 5/2 എന്നുള്ളത് തന്നെയാണ് ഇത്. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് 1 of the 2 equal parts of 9? 9ൻ്റെ 2 ഈക്വൽ പാർട്സ് അല്ലേ. 9നെ 2ആയിട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ 2ആയിട്ട് വീതിച്ചത് ഏതാണ്? 9/2 അല്ലേ. ഓപ്ഷൻ ബി ആണ് 9/2 അല്ലേ. 9നെ 2ആയിട്ട് വീതിക്കുന്നത്, ഈക്വലായിട്ട് വീതിക്കുന്നത് ഇതിലേതാണെന്നാണ് ചോദിച്ചതില്ലേ. 9നെ 2ആയിട്ട് വീതിച്ചു അല്ലേ. 9 ആകെ ഉള്ളത്. അതിനെ 2ആയിട്ട് വീതിക്കുക എന്നാണ് 9/2. ഇന്ന് നടന്ന ആനുവൽ എക്സാമിന് ഇത്രയും ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനിയും എക്സാം കഴിയാത്ത കുട്ടികളുണ്ട്, അവർക്ക് ഇത് യൂസ്ഫുൾ ആവും. ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവർക്കും വരിക അല്ലേ. ഇതേ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഇതേപോലത്തെ മോഡലായിരിക്കും.